നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പന്ത്രണ്ട് കൂറുകാർക്കും 12 രാശിക്കാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. ഈ ആഴ്ച 3 ഗ്രഹങ്ങൾ മാറുന്നുണ്ട് മിഥുനം രാശിയിലേക്ക്. സൂര്യൻ 15-ാം തീയതി ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുന്നു. ശുക്രൻ 12-ാം തീയതി ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുന്നു. ബുധൻ 13-ാം തീയതി മിഥുനത്തിലേക്ക് മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റേതായ മാറ്റങ്ങൾ ഓരോ കൂറുകാർക്കും ഉണ്ടാകും. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ ഇപ്പോഴും വ്യാഴം നിൽക്കുന്നു. 2-ാം ഭാവത്തിൽ 12-ാം തീയതി വരെ ശുക്രൻ, ബുധൻ, അതുപോലെ തന്നെ 15 വരെ സൂര്യനും നിൽക്കുന്നുണ്ട്. 2-ാം ഭാവത്തിലെ ശുക്രൻ്റെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും നില ഇവർക്ക് ഈ ആഴ്ചയും സാമ്പത്തിക ഭദ്രതയുടെ ഉറപ്പ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ദോഷമുണ്ടാകില്ല. മറിച്ച് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് ഈ ആഴ്ച അല്പം സമാശ്വാസത്തിൻ്റെ വകയുണ്ട്. കാരണം ആഴ്ചയുടെ അവസാനത്തോടു കൂടി സൂര്യൻ 3-ാം ഭാവത്തിലേക്ക് പോകുന്നത് കൊണ്ട് ശുഷ്കാന്തി ഉള്ള ഒരു ജീവിതമായിരിക്കും ഈ ആഴ്ച എന്ന് കാണുന്നു. ആഴ്ചയുടെ അവസാനമാണ് പോകുന്നതെങ്കിലും ചലനത്തിലൂടെ അത് 3-ാം ഭാവത്തിലേക്ക് എത്തുന്നു. ഏതാനും ദിവസങ്ങളേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് എത്താൻ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു ഗുണം എന്തായാലും ഉണ്ടാകും. അതുപോലെ കാര്യങ്ങളെ വളരെ സത്യസന്ധതയോടുകൂടി വീക്ഷിക്കാനും കാര്യങ്ങളെ അതിൻ്റേതായ സീരിയസ്നെസ്സോടുകൂടി ഗൗരവത്തോടുകൂടി കാണാനും ജീവിതത്തിലെ ഉഴപ്പ് മാറ്റാനും ശുഷ്കാന്തിയോടുകൂടി സ്ഥിരബുദ്ധിയോടുകൂടി തൻ്റെ കർമ്മമേഖലയിൽ അവർക്ക് ഇടപെടാനും സാധിക്കും. അതുതന്നെയാണല്ലോ തീർച്ചയായിട്ടും അത് റിസൾട്ടായി വരുന്നത്. സാമ്പത്തിക മേന്മയുടെ റിസൾട്ടായിട്ട് വരുന്നത് നല്ല രീതിയിൽ കർമ്മം ചെയ്യുമ്പോഴാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു അവസ്ഥ മേടക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ജന്മത്തിൽ രാഹു ബലത്തോടുകൂടി നിൽക്കുന്നത് കൊണ്ട് ശരീരത്തിൽ മുറിവുണ്ടാകാനും അതുപോലെ തന്നെ പൊള്ളലേൽക്കാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. പൊതുവേ വളരെ ധാർഷ്ട്യതയും അതുപോലെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ആഴ്ചയും ഇവർ തുടരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സാമ്പത്തികമായ ജയവും കയ്യിലെ സാമ്പത്തികത്തിൻ്റെ ഉറപ്പും പ്രവർത്തനങ്ങളിലെ വിജയവും ഒക്കെ ലേശം അഹങ്കാരം ഇവർക്ക് സമ്മാനിക്കാനുള്ള സാധ്യതയുണ്ട്. ആരൊക്കെ എനിക്ക് ഒന്നുമില്ലാത്തവൻ എന്ത് അഹങ്കാരം എന്നൊക്കെ ചോദിച്ച് കമൻ്റ് അയച്ചു. പക്ഷേ മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗക്കാർക്ക് എന്തായാലും ഈ ഒരു വർഷം ഗുണം തന്നെയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ പ്രത്യേകിച്ച് ശുക്രനൊക്കെ 2 നിൽക്കുമ്പോൾ 20-25 ദിവസമേ ശുക്രൻ 2 നിൽക്കുന്നുള്ളൂ. നല്ല ഗുണം ചെയ്യും. സാമ്പത്തികമായ ഗുണം തന്നെയാണ് പ്രധാനം. 2-ാം ഭാവം കൊണ്ടുകൂടി കർമ്മമേഖല ചിന്തിക്കുന്നത് കൊണ്ട് ജോലി സ്ഥലത്ത് അവർക്ക് നന്നായി പെരുമാറാൻ, നന്നായി ഇടപെടാൻ, തങ്ങളുടെ കഴിവ് നന്നായി പ്രയോഗിക്കാൻ സാധിക്കുന്നത് കൊണ്ട് സാമ്പത്തിക ബലം ഉണ്ടാവുക തന്നെ ചെയ്യും. ചില അഹങ്കാരങ്ങളും ചില പോരാൻ അതായത് യുദ്ധത്തിനുള്ള അതായത് കലഹത്തിനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് സൂക്ഷിക്കാൻ പറഞ്ഞത്. വാഹനം സൂക്ഷിച്ചോടിക്കണം. അതുപോലെ തന്നെ സാഹസിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് രാത്രി അപരിചിതരുമൊത്തുള്ള യാത്ര അല്ലെങ്കിൽ പരിചിതരാണെങ്കിൽ തന്നെയും സാഹസികമായ യാത്രകൾ അസമയങ്ങളിൽ ഇതൊക്കെ ഈ സമയത്ത് പാടില്ല. പ്രത്യേകിച്ചും ചൊവ്വ ജന്മത്തിൽ നിൽക്കുമ്പോൾ ആരാലും ഉപദ്രവിക്കാനോ അങ്ങോട്ട് ഉപദ്രവിക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. കേസും വഴക്കുമൊക്കെ ഉണ്ടാകാം. ബലത്തോടുകൂടി നിൽക്കുന്നതിനാൽ വലിയ ദ്രോഹം ചെയ്യുകയില്ലെങ്കിലും ചൊവ്വ ഒരു പാപഗ്രഹമാണ് എന്ന് ഓർത്തോണം. ഊർജ്ജസ്വലതയുടെ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ വല്ലാത്തൊരു എനർജി വരും. വിജയം കൂടി ഉള്ളപ്പോൾ അത് ഇരട്ടിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. 11-ൽ നിൽക്കുന്ന ശനി സാമ്പത്തിക തടസ്സത്തേക്ക് മാറ്റി പല പ്രവർത്തനങ്ങളിലും തങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളെ മാറ്റി സർവാഭീഷ്ടം നൽകുന്ന ഒരവസ്ഥ കൂടി കാണുന്നുണ്ട്. 12-ലെ രാഹു ശാരീരികമായ ചില അവശതകൾ, ചില സ്കിൻ ഡിസീസുകൾ അതായത് ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, ചില ബന്ധങ്ങളിലുണ്ടാകുന്ന അപശ്രുതി, ചില ബന്ധങ്ങളിലുണ്ടാകുന്ന വിഷമം, മനോവിഷമം ഇതൊക്കെ ഉണ്ടാക്കാം. ചില പ്രയോജനങ്ങൾ ചിലപ്പോൾ തങ്ങൾക്ക് പ്രയോജനപ്പെടാതെ വരാനുള്ള സാധ്യതയും 12-ലെ രാഹു സൂചിപ്പിക്കുന്നു. അതായത് എന്തിനു വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ചെയ്യുന്നു അത് ഫലവത്താകാതെ പോകാൻ ഉള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ യാത്രയ്ക്ക് തടസ്സമുണ്ടാകാം. ശാരീരികമായ അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. മറ്റുള്ളവരെക്കുറിച്ചോ തങ്ങളെക്കുറിച്ചോ ഉണ്ടാകുന്ന വിഷാദം പല പ്രവർത്തനങ്ങളെയും ഇടയ്ക്കെങ്കിലും ഒന്ന് തടയാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വൈഷമ്യത്തിൻ്റെ പുറത്ത് അമിതാവേശത്താൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചില തുറന്നുപറച്ചിലുകളും ചില ഒളിച്ചുള്ള പ്രശ്നങ്ങളുമൊക്കെ തന്നെ വലിയ കലഹത്തിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പൊതുവെ സാമ്പത്തിക ഗുണം, പ്രവർത്തന ഗുണം ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും ഈ നെഗറ്റിവിറ്റി മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9-ാം തീയതി ഉച്ചവരെ നല്ലതാണ്. പിന്നെ 14 മധ്യാഹ്നത്തിന് ശേഷം 15 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടകശനി ഉണ്ടെങ്കിലും 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു, അതുപോലെ തന്നെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം,
ശുക്രൻ, ബുധൻ, സൂര്യൻ. അതിൽ ശുക്രൻ്റെ നില എന്തായാലും ഇവർക്ക് ഗുണത്തെ ചെയ്യും. സ്ഥാനബലത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ട് തങ്ങളുടെ വ്യക്തിപ്രഭാവം കുറച്ചുകൂടി വർദ്ധിക്കാനുള്ള സാധ്യത, തങ്ങൾക്കുണ്ടായ ഈ വ്യക്തികൾക്കുള്ള ചില പ്രത്യേക കഴിവുകൾ വികസിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണം കാണുന്നു. അതുപോലെ നന്നായി സംസാരിക്കാൻ സാധ്യതയുള്ളവർ, പെർഫോമിംഗ് ആർട്ടിൽ നിൽക്കുന്നവർ, അഭിനയം, ആങ്കറിങ്, അതുപോലെ തന്നെ തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് മതിപ്പ് വർദ്ധിക്കാൻ തരത്തിൽ കാഴ്ച കൊണ്ട് തന്നെ ഒരു ഇംപ്രഷൻ വരുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള വേഷവിധാനം, അത്തരത്തിലുള്ള വേഷങ്ങൾ സമ്മാനമായി ലഭിക്കുക. സ്ത്രീകൾക്കാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അവർക്ക് ബ്യൂട്ടി ഐറ്റംസ്, അവരുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അവർക്ക് സമ്മാനമായി കിട്ടുക, അത്തരം കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുക, അതുമായി ബന്ധപ്പെട്ടുള്ള നല്ല വസ്ത്രങ്ങൾ കിട്ടുക, അതുപോലെ നല്ല അവസരങ്ങൾ ഉണ്ടാവുക. അത് ഒരുപക്ഷെ സിനിമയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാരംഗത്തോ ആകാം. അങ്ങനെയൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ചൊവ്വ 12-ൽ നിൽക്കുന്നതിനാൽ ചിലവ് വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു. വളരെ കൂടുതൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. തങ്ങളുടെ എനർജി കൂടുതലായി വേസ്റ്റാകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം പ്ലാനിങ്ങോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. ചിലപ്പോൾ ഒരിടത്ത് എത്തിയിട്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് വിളിച്ചിട്ട് അവിടെ എത്തിയിട്ട് ചിലപ്പോൾ അന്ന് ആ കാര്യം നടക്കണമെന്നില്ല. അത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. എങ്കിലും പൊതുവേ ഇവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ തിളക്കമാർന്ന സംഭാവനകൾ നൽകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രവർത്തന മേഖല കുറച്ചുകൂടി പുഷ്കലമാകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉള്ളവർക്ക്, സ്കിൽഡ് ലേബേഴ്സ്, സ്കിൽഡ് എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാർ, ഇവർക്കെല്ലാം തന്നെ വളരെ നല്ലൊരു അവസരം, തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി ഒക്കെ ഉണ്ടാകുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. നന്നായി സംസാരിക്കാൻ സാധിക്കുന്നു. പല ബന്ധങ്ങളും വളരെ ഊഷ്മളമാവുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മനസ്സിലുള്ള വ്യാപാരങ്ങൾ തുറന്നു കാട്ടാൻ സാധിക്കുന്നതുകൊണ്ട് നന്മ തിന്മകൾ വേർതിരിച്ചറിയാനും ബന്ധത്തിൻ്റെ തീവ്രത വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കാപട്യത്തിൽ നിൽക്കുന്നവരൊക്കെ അതുകൊണ്ട് തന്നെ പുറകോട്ട് പോകാനും അത്തരം ബന്ധങ്ങളിൽ നിന്ന് മാറാനും സാധിക്കും. അതുകൊണ്ട് പൊതുവെ സമാധാനപരത്തിൻ്റെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇവിടെ അല്പമെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നത് 12-ൽ നിൽക്കുന്ന ചൊവ്വയും അതുപോലെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതുവുമാണ്. 5-ൽ സഞ്ചരിക്കുന്ന കേതുവിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ സ്വാഭാവികമായും അതിൻ്റെ പാപത്വത്തിൻ്റെ അളവ് കുറയും. എന്നാലും സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ തങ്ങളുടെ തന്നെ ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇടയ്ക്കെങ്കിലും ചില ആബ്സെൻറ്റ് മൈൻഡഡ്നെസ് ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ വ്യാഴദൃഷ്ടി കൊണ്ട് അതൊക്കെ മാറുന്നതാണ്. ഭാഗ്യത്തിനുണ്ടാകുന്ന തടസ്സങ്ങളും വ്യാഴദൃഷ്ടിയാൽ മാറുമെന്ന് തന്നെ കരുതണം. പൊതുവെ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. അമിതമായ ചിലവ്, സഹോദരന്മാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ചിലപ്പോൾ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ചില തർക്കമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമല്ല. എന്തായാലും വിദേശത്തു നിന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക ലാഭമുണ്ടാവും. വളരെ പെട്ടെന്നായിരിക്കും സാമ്പത്തികമായ ചില സഹായം വിദേശത്തു നിന്നൊക്കെ വരിക. തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിദേശത്ത് ഉള്ളത് കൂടുതൽ നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന ഒരാഴ്ച കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള വിദേശ നിക്ഷേപ കമ്പനികളിലൊക്കെ ജോലി കിട്ടാനും അതിൽ നിന്ന് വരുമാനമുണ്ടാകാനുമുള്ള സാധ്യത കാണുന്നു. ചില പുതിയ പ്രോജക്റ്റുകൾ കിട്ടുന്നു. ആ പ്രോജക്റ്റുകൾക്ക് വൈദേശിക ബന്ധമുണ്ടാവുകയും ചെയ്യുന്നു. പൊതുവെ ഗുണകരം തന്നെയാണെന്ന് വിശേഷിപ്പിക്കാം. സന്താനങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. സ്വന്തം ചെലവ് വരവുകളും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്പീഡിൽ ഉള്ള വാഹനം ഓടിക്കുന്ന അവസ്ഥ, അതുപോലെ ഭാരമുള്ള വസ്തുക്കൾ, ജിമ്മിൽ പോകുന്നവർ, സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്നവർ, ഇവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 10, 11 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ എന്തായാലും ഇവർക്ക് ചില ഉറപ്പുകൾ സമ്മാനിക്കും. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ബുദ്ധിപരമായി ഇടപെടാൻ സാധിക്കുന്നതുകൊണ്ട് വളരെ ഗുണമാണ്. അത് വില പറഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്തെ കൂടുതൽ പുഷ്ടി പ്രാപിക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. അത് സാമ്പത്തികമായ ഉന്നമനത്തിലേക്ക് നയിക്കും. ചൊവ്വ 11-ൽ നിൽക്കുന്നതും സ്വന്തം ക്ഷേത്രത്തിലായതും എന്തായാലും വരുമാനം ഇവർക്ക് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കഴിഞ്ഞ കുറേ കാലമായി ഇത്രയും കാശ് വാങ്ങാൻ താങ്കൾക്ക് സാധിക്കുമോ എന്ന് അങ്കലാപ്പിലായിരുന്നവർ, ആശങ്കപ്പെട്ടിരുന്നവർക്ക് ആ അവസ്ഥയൊക്കെ മാറുന്നു. തങ്ങളിലേക്കുള്ള പണത്തിൻ്റെ ഫ്ലോ നന്നായി വരികയും ചെയ്യുന്നു. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്നോ അല്ലെങ്കിൽ വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്നോ ധനം ഇവർക്കിപ്പോൾ എത്തുന്നതായിരിക്കും. അതുപോലെ ചില പ്രത്യേക കേസുകളിൽ ജയിക്കുകയും അതിൽ നിന്ന് ധനം ഇവർക്ക് നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. സഹോദരന്മാരുമൊത്തുള്ള ചില പ്രവർത്തനങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന ശുഷ്കാന്തിയും ആത്മാർത്ഥതയും പണത്തിൻ്റെ
വർധനവായിട്ട് പരിണമിക്കുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിപരമായ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെലുത്താൻ സാധിക്കുകയും ചെയ്യുന്ന ഒരാഴ്ചയായിട്ട് വേണം കാണാൻ. എന്നാൽ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു 2 കാര്യങ്ങൾ തങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ സൗന്ദര്യ സംരക്ഷണത്തിനു വേണ്ടി, ഇമേജിന് വേണ്ടി, ഇമേജിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വർധനവിന് വേണ്ടി, അതുപോലെ തന്നെ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി, കുടുംബം നിർമ്മിക്കുന്നതിൻ്റെ അതായത് വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഇതെല്ലാത്തിനും വേണ്ടി ഈ നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും ഇതിനൊക്കെ വേണ്ടി അമിതമായി പണം മുടക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അതിൻ്റെ പേരിൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ചെറിയ ആശുപത്രി വാസമോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഡോക്ടറെ പോയി കാണേണ്ട ആവശ്യകത ഡോക്ടർ തന്നെ സൂചിപ്പിക്കുകയൊക്കെ ചെയ്തേക്കാം. ഒരു ശ്രദ്ധ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ, അതുപോലെ വാദസംബന്ധമായ അസുഖങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ചില ഡോക്ടർമാരുടെ അടുത്ത് സമീപിക്കൽ വേണ്ടി വന്നേക്കാം എന്ന് കാണുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് പണം മുടക്കാൻ തക്കവണ്ണം പണം ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിതാവിന് ശാരീരികമായ അവശത കാണുന്നു. അത്തരം കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കാൽമുട്ടിന് ദോഷം വരാനും കാൽപാദങ്ങൾക്ക് പ്രശ്നം വരാനും ഒക്കെ സാധ്യത ഉണ്ട്. വളരെ ശ്രദ്ധിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, റുമാറ്റിക് സംബന്ധമായ വാദസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ പ്രിക്കോഷൻ എടുത്തുകൊണ്ട് തന്നെ ജീവിതചര്യകൾക്കൊരു മാറ്റം വരുത്തുക. പ്രത്യേകിച്ചും പ്രായാധിക്യമുള്ളവർക്ക് വളരെ ശ്രദ്ധ വേണം. ചിലപ്പോൾ ഈ നക്ഷത്രക്കാരുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, നടത്തിപ്പെന്ന് പറയുമ്പോൾ അവരുടെ കർമ്മ രംഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളാവാം സീനിയേഴ്സിനോ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിനോ അതല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ളവർക്കോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റേതെങ്കിലും മുതിർന്നവർക്കോ ഒക്കെ എതിരഭിപ്രായമുള്ളത്. ഈ അഭിപ്രായത്തിൻ്റെ പേരിൽ ചില മനോവിഷമങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നേരിടേണ്ടതായി വന്നേക്കാം. എന്നാലും ഇവർ ഇപ്പോൾ സ്വന്തം അഭിപ്രായപ്രകാരം മാത്രമേ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റവും പ്രവർത്തനങ്ങളിൽ ഇവർക്ക് തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരവസ്ഥയും കാണുന്നുണ്ട്. പാദങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും അല്പം കൂടുതൽ ശ്രദ്ധ വേണ്ടി വരിക. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ കാലതടസ്സം വന്നേക്കാം എന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9 ഉച്ചവരെ നല്ലതാണ്. പിന്നെ 12, 13, 14 മധ്യാഹ്നം വരെയും ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂർ. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി, ഇപ്പോഴും പലരും വിളിക്കുമ്പം ഈ കർക്കിടകക്കൂറിൻ്റെ അവശതകൾ പറയാറുണ്ട്. 11-ൽ വ്യാഴം എത്തിയിട്ട് പോലും അവർക്ക് ഈ അഷ്ടമശനിയുടെ ദോഷാവസ്ഥകൾ വളരെ മാരകമായി തന്നെ പിന്തുടരുന്നുണ്ട്. കാരണം മാരകാധിപൻ കൂടിയാണല്ലോ 7ാം ഭാവാധിപനായ ശനി. കർക്കിടകക്കൂറിന് 7ഉം 8ഉം ഭാവാധിപൻ 8ൽ സ്ഥാനബലത്തോടെ നിൽക്കുന്നുവെങ്കിലും അഷ്ടമശനി പലപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാക്കും. ആയുസ്സിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അനുഭവിപ്പിക്കാൻ, മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് 9ലെ രാഹുവും ഭാഗ്യത്തെ കെടുത്തും. ഇവിടെ 3ാം ഭാവത്തിലെ കേതു മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ധൈര്യം, എത്ര നിരാശ വന്നാലും എത്ര തടസ്സങ്ങൾ വന്നാലും വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ നൽകുന്നത് 3ലെ കേതു മാത്രമാണ്. എന്നാൽ ഏറ്റവും അനുഗ്രഹമായി 11ാം ഭാവത്തിൽ, 10ാം ഭാവത്തിൽ, ഈ 2 ഭാവങ്ങളിലും നല്ല ഗ്രഹങ്ങളുടെ, പ്രത്യേകിച്ച് ചൊവ്വ പാപഗ്രഹമായാലും സ്വന്തം ക്ഷേത്രത്തിൽ 10ൽ നിൽക്കുന്നത് ചൊവ്വയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ശുക്രൻ, ബുധൻ, വ്യാഴം, സൂര്യൻ ഇവർ 11ൽ നിൽക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും ഇവർക്കിപ്പോൾ സമ്പാദ്യം വന്നെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇവർക്ക് ലോട്ടറി കൂടി അടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മുമ്പും ഞാൻ പറഞ്ഞിരുന്നു. 11ാം ഭാവം ധനസ്ഥാനമാണ്. അവിടെ ഇത്രയേറെ ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ കാലയളവിൽ തീർച്ചയായിട്ടും ഭാഗ്യം അനുകൂലമായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യം പലർക്കും പല രൂപത്തിലാകാം. ചിലപ്പോൾ കൊതിച്ചിരുന്ന ജോലി കിട്ടാം, അല്ലെങ്കിൽ കൊതിച്ചിരുന്ന പ്രൊമോഷൻ എത്താം, അതല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭീഷ്ടങ്ങൾ, അത് ഒരു പക്ഷേ കുറേ പണം എവിടെ നിന്നെങ്കിലും കിട്ടാനുണ്ടായിരുന്നത് ഇന്ന ദിവസം കിട്ടും ഇന്ന ദിവസം കിട്ടും എന്നിങ്ങനെ മാറി മാറി പോയിരുന്നതിന് ഒരു അറുതി വരികയും അതൊടുവിൽ കിട്ടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പായൊരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. സാമ്പത്തികമായി ബൾക്കായിട്ട് കുറച്ച് പണം വരുന്ന അവസ്ഥ കാണുന്നുണ്ട്. പ്രോപ്പർട്ടി, വീട് ഇതൊക്കെ വിൽക്കാം. വീട് വാങ്ങാനുള്ള യോഗം കാണുന്നു. പുതിയ വാഹനം വന്നെത്താം. അങ്ങനെ ഒരു വിധത്തിൽപ്പെട്ട ലാഭങ്ങളുടെ ഒരു അവസ്ഥ, നേട്ടങ്ങളുടെ ഒരു അവസ്ഥ എന്തായാലും കർക്കിടകക്കൂറിനുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് തടസ്സങ്ങളൊക്കെ മാറുന്നു. എന്നാലും എപ്പോഴും എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും ശനി അല്പം പ്രതിഷേധിച്ച് നിന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനോവിഷമങ്ങളും തടസ്സങ്ങളും വരും. ഒരുപക്ഷെ തടസ്സങ്ങളൊക്കെ മാറി ഒടുവിൽ അത് വിജയത്തിലെത്തുകയും ചെയ്യും. എന്നാലും തടസ്സം എപ്പോഴും തടസ്സമാണ്, മനോവിഷമം എപ്പോഴും മനോവിഷമം തന്നെയാണ്. അത് മാറ്റാനായി പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. ഓം ശനീശ്വരായ നമഃ എന്ന് ജപിക്കുക. തടസ്സങ്ങൾ മാറ്റുന്നതിനായി ശനിദേവനെ പ്രീതിപ്പെടുത്തുക.
എന്തായാലും ബാക്കി ഗ്രഹങ്ങളൊക്കെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ചിലവ് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ശുക്രനും ബുധനും സൂര്യനുമെല്ലാം 12ാം ഭാവത്തിലേക്ക് പോവുകയാണ്. മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആഴ്ചയുടെ അവസാനത്തോടുകൂടി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചില ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. സർക്കാർ ജോലിയാണെങ്കിൽ അവിടെയും മേലധികാരികളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം ആഴ്ചയുടെ അവസാനത്തോടുകൂടി. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുക. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഇത്തരം ഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ ശനി അഷ്ടമത്തിലായതുകൊണ്ട് പാദങ്ങൾക്കും ശ്രദ്ധ കൊടുക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9 ഉച്ചയ്ക്ക് ശേഷം 10, 11, പിന്നെ 14 മധ്യാഹ്നത്തിന് ശേഷം 15 ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവർക്ക് 7ാം ഭാവത്തിൽ ശനി, 8ൽ രാഹു, 9ൽ ചൊവ്വ. 9ലെ ചൊവ്വ സ്ഥാനബലത്തോടു കൂടി നിൽക്കുന്നു. 10ാം ഭാവത്തിൽ വ്യാഴം, ശുക്രൻ, ബുധൻ, സൂര്യൻ. ഈ 4 ഗ്രഹങ്ങളും 10ാം ഭാവത്തിൽ എന്തായാലും ഭാവം കൊണ്ട് അനുഗ്രഹമാണ്. ഇവിടെ വ്യാഴത്തിന് ദോഷാവസ്ഥകളില്ല. ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിലും 10ാം ഭാവത്തിൽ ചന്ദ്രൻ 10ാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഗുണം ചെയ്യും. ശുക്രൻ സ്ഥാനബലത്തോടെ നിൽക്കുന്നതിനാൽ തീർച്ചയായും നല്ല ഗുണം ചെയ്യും. അതുപോലെ 11ാം ഭാവാധിപനായ ബുധൻ ആണ് നിൽക്കുന്നത്. 2ഉം 11ഉം ഭാവാധിപനായ ധനാധിപനായ ബുധൻ ധനത്തിൻ്റെ രാശിയിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ, അതായത് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2ഉം 11ഉം ഭാവാധിപൻ 10ൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ നേട്ടങ്ങളുടെ, വിജയത്തിൻ്റെ, സർവാഭീഷ്ടത്തിൻ്റെ അധിപൻ രാജാവ് വന്ന് 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വരുമാനത്തിനായി ഒരു ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ചിങ്ങക്കൂറിന്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനിണങ്ങിയ ജോലി, അല്ലെങ്കിൽ മുമ്പ് നഷ്ടപ്പെട്ടിരുന്ന ജോലി തിരിച്ചു കിട്ടുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. 10ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇവർ കണ്ടകശനി അല്ല, ഇവർക്കിപ്പോൾ ഉള്ളത് കണ്ടക വ്യാഴനാണെന്ന് പറയാം. ഈ കണ്ടക വ്യാഴൻ ജോലി സംബന്ധമായ കാര്യത്തിൽ ഉയർച്ച തരുമെങ്കിലും ജോലിയിൽ വെല്ലുവിളികൾ ഉണ്ടാകാം. ശുക്രൻ്റെയും ബുധൻ്റെയും സാന്നിധ്യം കൊണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടും. അതുപോലെ സൂര്യൻ 10ൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് അവരുടെ കർമ്മ മേഖലയിൽ മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കുന്നൊരു അവസരം കാണുന്നുണ്ട്. 15ാം തീയതിയോടുകൂടി അടുത്ത രാശിയിലോട്ട് 11ലോട്ടാണ് പോകുന്നത്. അത് തീർച്ചയായിട്ടും സാമ്പത്തികമായ ഗുണത്തെ ചെയ്യും. അതുപോലെ ശുക്രനും ബുധനും എല്ലാം 11ലാണ്. അപ്പോൾ ഇവരുടെ കഴിവുകൾക്കനുസരിച്ച് ഇവർക്ക് ജോലിയിൽ കൂടുതൽ ഒരു സ്ഥാനം കിട്ടുകയും മറ്റുള്ളവരുടെ പ്രശംസയും അതുപോലെ ഈ പ്രീതിയും ഇവർക്ക് കിട്ടുകയും അതനുസരിച്ച് സ്വാഭാവികമായും സാമ്പത്തികമായ വർധനവ് ഉണ്ടാവുകയും ചെയ്യും എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ട് പൊതുവേ പ്രവർത്തനങ്ങളിലും സാമ്പത്തിക നേട്ടത്തിലും വലിയ ദോഷമില്ല. എന്നാൽ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അലർജി, അസുഖങ്ങളോ അണുബാധകളോ വിട്ടുമാറാത്തൊരവസ്ഥ ഇപ്പോഴും കാണുന്നു. ആശങ്കകൾ വെറുതെ കടന്നു വരുന്നതായിരിക്കും. എല്ലാം നല്ലതാണെങ്കിലും ചിലപ്പോൾ ചില ദുസ്വപ്നങ്ങൾ കാണുക, ചിലപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ, തോൽവിയുടെയോ അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്നതിൻ്റെയോ വീണ്ടും ഒറ്റപ്പെടുന്നതിൻ്റെയോ ഒക്കെ രീതിയിലുള്ള ചില ആശങ്കകൾ ജനിപ്പിക്കുന്ന സ്വപ്നങ്ങൾ, അത്തരം ചിന്തകൾ ഇതെല്ലാം ഇപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ അസമയത്ത് മോശപ്പെട്ട സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ഇറങ്ങാതിരിക്കുക. ഇഴജന്തുക്കളുടെ ആക്രമണമോ മറ്റു ക്ഷുദ്രജീവികളുടെ ഇടപെടലോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത, അവരിൽ നിന്ന് വിഷം ശരീരത്തിൽ പ്രവേശിക്കാം, അലർജി അസുഖങ്ങൾ ഉണ്ടാകാം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധയ്ക്കൊക്കെ സാധ്യത. അതുകൊണ്ടെല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്യുക. അങ്ങേയറ്റം കരുതലോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9ാം തീയതി ഉച്ചവരെ നല്ലതാണ്. ശേഷം 12, 13, 14 മധ്യാഹ്നം വരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവർക്ക് അഷ്ടമ രാശിയിൽ നിന്നിരുന്ന വ്യാഴം 9ാം ഭാവത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് ഗുണമാണ്. 9ലെ വ്യാഴം, 9ൽ ശുക്രൻ, 9ൽ ബുധൻ, 9ൽ സൂര്യൻ. ആഴ്ചയുടെ അവസാനത്തോടുകൂടി അവസാന 2 ദിവസങ്ങൾക്ക് മുമ്പായിട്ടാണ് ശുക്രനും ബുധനും 10ാം ഭാവത്തിലേക്ക് മാറുന്നത്. സാമ്പത്തികമായ കാര്യത്തിൽ 10ാം ഭാവത്തിലെ ശുക്രനും ബുധനും ഇവർക്ക് ഗുണത്തെ ചെയ്യും. ബുധൻ അവിടെ സ്വന്തം രാശിയിലാണ്. സ്വന്തം കഴിവ് ഉപയോഗിച്ച് തങ്ങളുടെ കർമ്മമേഖലയിൽ ജീവിക്കുന്നവർക്ക് നന്നായി അവരുടെ കർമ്മത്തെ ചെയ്യാൻ സാധിക്കുന്നു. അവരുടെ തൊഴിലിനോട് കൂടുതൽ ആശയപരമായും ബുദ്ധിപരമായും ക്രിയാത്മകമായും ഇടപെടാൻ സാധിക്കുന്നതുകൊണ്ട് അത് സാമ്പത്തികമായ വർധനവും ജോലിയിലെ ഉറപ്പുമാകുന്നു. ജോലി ലഭ്യത കുറച്ചുകൂടി ഈസിയാവുന്നു ഇവർക്ക്.
അതുപോലെ വളരെ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം ഗുണം കാണുന്നുണ്ട്. പൊതുവേ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ എഴുത്തുകാർക്ക്, കലാകാരന്മാർക്ക്, സ്കിൽഡ് ലേബേഴ്സിന് ഇവർക്കെല്ലാം തന്നെ ഗുണമുള്ള അവസ്ഥ കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട ജോലി തരപ്പെടുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന സമയങ്ങളിൽ അതേക്കുറിച്ചുള്ള സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കുന്നു. 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈശ്വരാധീനം കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗുണമാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ശുഭപ്രതീക്ഷ പുലർത്തുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ ഇടവരുന്നു. പുതിയ അറിയിപ്പുകൾ വരുന്നു, ആഹ്ലാദത്തിൻ്റെ അറിയിപ്പുകൾ വരുന്നു. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടവും തുടർന്നുള്ള ആഴ്ചകളിൽ കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളും ഇവർക്ക് വളരെ നല്ലതാണ്. ഇടയ്ക്ക് മാത്രം അല്പം ഒരു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഒരല്പം മാനസിക വിഷമമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അധിക ചിലവോ ഉണ്ടാകുന്ന ഒരു അവസരം കാണുന്നുള്ളൂ. എന്നാലും പൊതുവെ ഇവർക്ക് ഗുണകരം തന്നെയാണ് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം കണ്ണ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തല, ഫോർഹെഡ് എന്ന് പറയുന്ന ഭാഗം, തലമുടി, ഈ സ്ഥലത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇച്ചിങ് പോലെ ഒക്കെയുള്ള സ്കിന്നിന് എന്തെങ്കിലും കളർ ടോണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ത്വക്ക് രോഗമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ണിലേക്കും പുരികത്തിലേക്കുമൊക്കെ പടരാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് മുഖം പൊതുവേ ശ്രദ്ധിക്കുക. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസ്, മറ്റുള്ളവർക്ക് വ്യാപിക്കുന്ന തരത്തിലുള്ള അസുഖം, അവരുടെ വസ്ത്രങ്ങൾ, വിയർപ്പുകൾ ഇതൊക്കെ ശരീരത്തിൽ പറ്റാതെ നോക്കുക. അത്തരം പ്രിക്കോഷൻസ് എടുക്കുക. മരുന്ന് നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക. കാരണം പെട്ടെന്നായിരിക്കും ഇത് മുഖത്തേക്കൊക്കെ വ്യാപിക്കാൻ സാധിക്കുന്നത്. കേതു ലഗ്നത്തിൽ നിൽക്കുന്നതിനാൽ, കേതു ജന്മത്തിൽ നിൽക്കുന്നതിനാൽ ശരീരത്തിൽ അണുബാധയുണ്ടാകാം. അണുബാധയാണല്ലോ അലർജിയായിട്ടൊക്കെ വരിക. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കുടുംബത്തു നിന്ന് ഒറ്റയ്ക്ക് ഇവർക്കൊരു യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. പെട്ടെന്ന് പോയി തിരിച്ചു വരുന്ന യാത്രയാണെങ്കിലും ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ഇവർക്ക് ഫീൽ ചെയ്യുന്നു കാണുന്നു. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. കൂർത്തുമൂർത്ത വസ്തുക്കൾ, അതായത് മൂർച്ചയുള്ള പേനാക്കത്തി പോലുള്ള വസ്തുക്കളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഭാരമുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന തൊഴിൽ മേഖലയിലും വളരെ കരുതലോടെ കാര്യങ്ങൾ ചെയ്യുക. അഗ്നികാരകനാണ് ചൊവ്വ. ചൊവ്വ 8ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അടുക്കളയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടോ ഫയറുമായി ബന്ധപ്പെട്ടോ ഒക്കെ പ്രവർത്തിക്കുന്നവർ അങ്ങേയറ്റം കരുതലോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ബലമുള്ളതിനാൽ ഇതൊന്നും വളരെ മാരകമാവില്ലെങ്കിലും നേരിയ തോതിലെങ്കിലും പാപഗ്രഹമായതിനാൽ എന്തെങ്കിലുമൊക്കെ അവശത തരാം. അതുപോലെ കലഹത്തിലേർപ്പെടാനും പെട്ടെന്ന് ചില തിരിച്ചടികൾ ഉണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. വാക്ക് വളരെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ അമിത ആവേശത്തിൽ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക. ബുദ്ധി കൊണ്ട് ഹൃദയത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10, 11, 14, 15, 14 മധ്യാഹ്നത്തിന് ശേഷം 15 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. അഷ്ടമരാശിയിൽ ആണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അഷ്ടമരാശിയിൽ തന്നെയാണ് ശുക്രനും ബുധനും സൂര്യനും സഞ്ചരിക്കുന്നത്. ഇതിൽ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും അഷ്ടമ സഞ്ചാരം അത്ര നല്ലതല്ല. ശുക്രന് വലിയ ദോഷമൊന്നും സംഭവിക്കുന്നില്ല. സാമ്പത്തികമായിട്ടും പ്രവർത്തനപരമായിട്ടും ദോഷമൊന്നുമില്ലെങ്കിലും ദാമ്പത്യ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ, ദമ്പതികൾ തമ്മിൽ ചെറിയ അകൽച്ചയോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാം. ബുധൻ 8ൽ സഞ്ചരിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാസംബന്ധമായ കാര്യങ്ങളിൽ, പഠന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഗുണമാണ്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് നല്ല വിജയവും പഠിപ്പിൽ ഒരു തികവുമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ്. മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവിനെ കൊടുക്കുമെന്ന പോലെ പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കാൻ സാധിക്കുന്ന ഒരവസരം കാണുന്നുണ്ട്. 8ാം ഭാവത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായും വിദ്യാവിജയം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കഴിവുപയോഗിച്ച് ജീവിക്കുന്നവർ, ബുധൻ എന്ന് പറയുമ്പോൾ ക്രാഫ്റ്റ് വർക്ക് വരുന്നുണ്ട്, അതുപോലെ എൻജിനീയറിംഗ് വരുന്നുണ്ട്, അക്കൗണ്ടൻസി വരുന്നുണ്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ രംഗം, ഒരിടത്തിരുന്നു കൊണ്ട് ഒരുപാട് പേരുമായി സംവദിക്കുന്ന ജോലികളെല്ലാം തന്നെ, ടീച്ചർ, ജേർണലിസ്റ്റ്, ആങ്കറിംഗ് പേഴ്സണാലിറ്റീസ്, ഇവരെല്ലാം തന്നെ ഒരിടത്തിരുന്നുകൊണ്ട് മറ്റൊരുപാട് പേരുമായി സംവദിക്കുന്നവരാണ്. അപ്പോൾ ഈ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അഷ്ടമ ബുധൻ ഗുണം ചെയ്യും. കാരണം മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവിനെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് എഴുത്തുമായി ബന്ധപ്പെട്ടവർ, ആർക്കിടെക്ചറിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇവർക്കെല്ലാം തന്നെ ബുധൻ്റെ ഈ നില ഗുണം തന്നെയാണ്. ശുക്രൻ 8ൽ സാമ്പത്തിക ദോഷം ചെയ്യില്ല, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും തടസ്സമുണ്ടാക്കില്ല. പക്ഷേ ബന്ധങ്ങളിൽ ചെറിയ വിള്ളലോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാം. ശുക്രൻ സൂര്യൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശുക്രനും സൂര്യനും ഒരുമിക്കുന്നത് വശ്യതാ ബന്ധങ്ങളിൽ കുറവ് വരുത്തും, പരസ്പരമുള്ള ആകർഷണം കുറയാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പ്രണയബന്ധങ്ങൾ, വിവാഹബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ച് അല്ലാതെ ജീവിക്കുന്നവർ, അവർക്കിടയിൽ നേരിയ തോതിലെങ്കിലും ഒരു വൈമനസ്യമോ വിഷമമോ ആർദ്രതയുടെ കുറവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയം ആർദ്രമായ ഒരു വികാരമായതിനാൽ അതിനെപ്പോഴും ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്, ഒരു നിലാവിൻ്റെ ഒരു മൃദുത്വമുണ്ട്. അത് നഷ്ടപ്പെടുന്ന അവസരമാണ് സൂര്യൻ ശുക്രൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കണം.
എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസം സൂര്യൻ 9ലേക്ക് പോകുന്നു, അതുപോലെ തന്നെ ശുക്രനും 9ൽ പോകുന്നു, ബുധനും പോകുന്നു. അത് നല്ലതാണ്. 9ാം ഭാവം നല്ലതാണ്. എന്നാലും ശുക്രനും സൂര്യനും ഒരുമിച്ച് നിൽക്കുന്നത് ഈ ദാമ്പത്യ വിഷയത്തിൽ അത്ര നല്ലതല്ല. ഇവിടെ ശുക്രന് ബലമുള്ളതിനാൽ ദമ്പതികൾ തമ്മിൽ കലഹമുണ്ടെങ്കിൽ പോലും അതിനൊക്കെ പരിഹാരവും ഉണ്ടാകുന്നതാണ്. അനവസരത്തിൽ അപ്രതീക്ഷിതമായി പണം വന്നു ചേരാം. അപ്രതീക്ഷിതമായി ചില കഴിവുകൾ തങ്ങളുടെ കഴിവുകൾ വിലമതിക്കപ്പെടും വളരെ അപ്രതീക്ഷിതമായി. ചിലപ്പോൾ സിനിമയിലോ അതുപോലെ ഏതെങ്കിലുമൊക്കെ വലിയ നിലവാരമുള്ള ഏരിയയിലോ ഒക്കെ ഇവർക്ക് പെട്ടെന്നൊരു ക്ഷണമുണ്ടാവാം. തങ്ങളുടെ ക്രിയാപരമായ തങ്ങളുടെ കർമ്മപരമായ പങ്കാളിത്തത്തിന് ഒരു ക്ഷണമുണ്ടാവാം. അതെല്ലാം വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ പൊതുവെ ഗുണകരം തന്നെയാണ്. എങ്കിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂർ പറയാലോ. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇവർക്ക് 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമോ പഠന സംബന്ധമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ചില താമസമോ ഉണ്ടാകാം. ഒരു ബുദ്ധിപരമായ കാര്യത്തിൽ അല്ല, മറിച്ച് പഠന സംബന്ധമായ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ചില മാനേജ്മെൻറ്റ് വിഭാഗം അവിടെ ചിലപ്പോൾ ചില താമസമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ബാക്കി ഗ്രഹങ്ങളുടെ ഗുണം കൊണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടും. 6ൽ നിൽക്കുന്ന രാഹു പൊതുവെ ഇവർക്കിപ്പോൾ കടബാധ്യതയിൽ നിന്ന് മോചനവും തങ്ങളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പ്രോജക്റ്റുകൾക്ക് ജീവൻ വയ്ക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. എന്നാലും ഉദരസംബന്ധമായ അസുഖമുണ്ടാവാം. നാഗരൂപേണ ഉള്ളിലുള്ള അവയവങ്ങൾ എന്ന് പറയുമ്പോൾ ഉദരമാണ് കൂടുതൽ പ്രധാനമായി വരിക. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അൾസറോ ഇൻഡൈജഷൻ പ്രോബ്ലമോ പൈൽസോ ഫിസ്റ്റുലയോ ഇതൊക്കെ ഉള്ളവർക്ക് വയറ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9 ഉച്ചയ്ക്ക് ശേഷം 10, 11, 12, 13, 14 മധ്യാഹ്നം വരെയും ഗുണമാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, വ്യാഴം, സൂര്യൻ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണകരമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രോജക്റ്റുകൾ, ഇവരുടെ ഔദ്യോഗികമായ രംഗത്തുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ഉയർച്ചകൾ, പ്രൊഫഷണൽ ഉയർച്ചകൾ, അതുപോലെ തന്നെ ജോലി സ്ഥലത്തുണ്ടാകുന്ന ചില പുതിയ കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം തന്നെ ഇവർക്കിപ്പോൾ ശുഭകരമായ റിസൾട്ട് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ആരെങ്കിലുമൊക്കെ ആശ്രയിച്ച് നിന്നവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥ വരുന്നു. ചില പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നു. കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ സഹവർത്തിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന ചില സഹകരണ ബിസിനസ്സുകൾ ഇവർക്കിപ്പോൾ ലാഭകരമായി കൊണ്ടുപോകാൻ സാധിക്കും. അതിൻ്റെ തുടക്കമാവും ഈ ആഴ്ച. കഴിഞ്ഞ കുറേ കാലമായി എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നതിനൊരു മാറ്റം വരുന്നുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച ഇവർക്കത് ഗുണകരമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ചില പഴയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പഴയ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ തങ്ങളെ കൂടുതലായി സഹായിക്കുന്നതായി വരുന്നു ഈ ആഴ്ച. പ്രണയം കൂടുതലായി പുഷ്പിക്കപ്പെടുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല തീരുമാനമുണ്ടാകുന്നു. വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നവരോ അതിന് കൃത്യമായി ഇണയെ കണ്ടെത്താൻ സമയമെടുത്തിരുന്നവർക്കോ അതിനൊക്കെ ഒരു അവസാനം വരുന്നതാണ്. ഏറ്റവും യോഗ്യമായ ഒരു വിവാഹത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും ഈ ഒരു വർഷം സാധിക്കും. ഈ ഒരു ആഴ്ച അതിൻ്റെയൊക്കെ തുടക്കമാവാം. ശുക്രൻ 7ൽ നിൽക്കുന്നത് കൊണ്ട് അതല്ലെങ്കിൽ ബുധൻ നിൽക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ചില തീർപ്പുകൾ ഉണ്ടാകും. സൂര്യൻ്റെ 7ലെ നില ഇവിടെ അത്രമാത്രം വിവാഹത്തിന് വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതല്ല, മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം ഗുണകരമായി വരുന്നതുകൊണ്ട്. അതുപോലെ 6ാം ഭാവത്തിൽ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ചൊവ്വ 6ൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണ്. 3, 6, 11 പാപഗ്രഹങ്ങൾക്ക് നല്ലതാണെന്നുള്ള പ്രമാണം വെച്ച് 6ൽ നല്ലതാണ്. പക്ഷേ ചൊവ്വ ബലത്തോടു കൂടി 6ൽ നിൽക്കുന്നത് കൊണ്ട് വേറെ ദോഷങ്ങൾ ചെയ്യുകയില്ല എന്ന് തന്നെ വിചാരിക്കണം. എങ്കിലും പാപഗ്രഹത്തിൻ്റെ ഒരു മൂർച്ച നാം എപ്പോഴും മനസ്സിലാക്കണം. അത് 6ാം ഭാവം ഫിസിയോളജിക്കൽ ജ്യോതിഷത്തിൽ ഉദരമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉദര സംബന്ധമായ കേടുപാടുകൾ ഉണ്ടാകാം. ചിലപ്പോൾ ഉദരത്തിലൊരു ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം ഈ നക്ഷത്രക്കാർക്ക്. അത് വളരെ ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മുൻവിധി ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ശത്രുവിനുമേൽ വിജയം, വ്യവഹാരം നമുക്കിപ്പോൾ തീർത്തു കിട്ടുന്നു, ഒത്തുതീർപ്പുണ്ടാകുന്നു. കേസുകെട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുന്നു. സാമ്പത്തികമായ ബാധ്യത പലതും കുറഞ്ഞു വരുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം, അല്ലെങ്കിൽ കടം കിട്ടാനുള്ള യോഗ്യത വർദ്ധിക്കുന്നു. ചില ബാങ്കുകളിൽ അപേക്ഷിച്ചിട്ടുള്ള വായ്പകൾ പെട്ടെന്ന് അനുവദിച്ച് കിട്ടുന്നു. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നല്ല സന്തോഷ വാർത്ത കേൾക്കുകയൊക്കെ ചെയ്യുന്നു. 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു സന്താനങ്ങളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. പൊതുവെ മനസ്സിൽ പുതിയ ആശയങ്ങളും പുതിയ സങ്കല്പങ്ങളുമൊക്കെ കടന്നു വരുന്നൊരു സമയമാണ്.
അതുകൊണ്ട് അതെല്ലാം ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനും സാധിക്കും 7ാം ഭാവത്തിൽ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യം കൊണ്ട്. അത് പൊതുവെ ഗുണകരമാണെന്ന് വിശേഷിപ്പിക്കാം. ആരോഗ്യ സംബന്ധമായി ഉദരവും അതുപോലെ തന്നെ സന്താനങ്ങളുടെ ആരോഗ്യവും പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. 4ാം ഭാവത്തിൽ ഇപ്പോഴും ശനിയുണ്ട്. കണ്ടകശനി എന്ന മുദ്രണവുമായി മാതാവിൻ്റെ കാര്യത്തിലും വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. മൂലത്തറവാടുമായി ബന്ധപ്പെട്ടും ചില ചെറിയ വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12-ാം തീയതി 13, 14 മധ്യാഹ്നം വരെ, 13 മധ്യാഹ്നത്തിന് ശേഷം 14 മധ്യാഹ്നത്തിന് ശേഷവും 15, അതായത് 12, 13, 14, 15 ദിവസങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് സാമാന്യം നല്ലതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചും വ്യാഴം സഞ്ചരിക്കുന്നത് ഇപ്പോൾ 6-ലാണ്, ശുക്രനും 6-ലാണ്, ബുധനുമൊക്കെ 6-ലാണ്. അതുകൊണ്ട് സൂര്യൻ 6ാം ഭാവത്തിൽ ദോഷം ചെയ്യില്ല. അപ്പോൾ എന്തായാലും ഇവരിപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുഭഗ്രഹങ്ങൾ വലിയ ഗുണം ചെയ്യില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളണം. 5-ൽ നിൽക്കുന്ന ചൊവ്വ സ്ഥാനബലത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ട് അത് ദോഷത്തെ ചെയ്യില്ല. അപ്പോൾ ഭാഗ്യം ഇവർക്കിപ്പോൾ ഒരു 60-70% അനുകൂലമാണ്. എങ്കിലും പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ തന്നെ പെട്ടെന്നുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ വേണ്ട എന്ന് തന്നെ വയ്ക്കണം. അത് ചിലപ്പോൾ നമ്മളെ ചില കുഴിയിൽ കൊണ്ട് ചാടിക്കും. അതുപോലെ മുൻദേഷ്യമുള്ളവർ ശ്രദ്ധിക്കുക. കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാം എന്ന് വിചാരിക്കുന്നവരും വാശി പിടിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ അത് ഈ ആഴ്ച അവരെ സഹായിക്കില്ല എന്ന് വേണം കാണാൻ. ഈശ്വരാധീനം അല്പം കുറയുകയും പ്രാർത്ഥിച്ചിട്ടെന്ത് കാര്യമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അഹന്തയോടെ നടക്കാൻ സാധ്യതയുമുള്ള ഒരു വാരമായിട്ട് കാണുന്നു. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 4-ലെ രാഹു, 10ാം ഭാവത്തിലെ കേതു, 5-ൽ നിൽക്കുന്ന ചൊവ്വ, ഇതെല്ലാം തന്നെ നമ്മൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് ചിന്തിക്കണം. 4 എന്ന് പറയുമ്പോൾ നമ്മൾ ഇടപെടുന്ന സമൂഹം, നമ്മുടെ തങ്ങുന്ന ഇടം, അത് ഓഫീസാവാം, വീടാവാം, മാതാവ്, വാഹനം, നമ്മുടെ പെറ്റ്സ്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വീട്ടുമൃഗങ്ങൾ, വീട്ടിലെ ഓമനകൾ, ഇവരെല്ലാം തന്നെ 4ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ഉപാസനാമൂർത്തി, സൗഹാർദ്ദങ്ങൾ, മനസ്സുഖം. അപ്പോൾ ഈ ഭാവത്ത് രാഹു നിൽക്കുമ്പോൾ എന്തോ ചില അസ്വാരസ്യങ്ങൾ, ചില അസ്വസ്ഥതകൾ ഉണ്ടാകാമെന്ന് കാണിക്കുന്നു. കേതുവിൻ്റെ ദൃഷ്ടി കൂടിയുണ്ട് പരസ്പരം. രാഹു കേതുക്കൾ ദൃഷ്ടി ചെയ്യുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന് ഇണങ്ങാത്ത ചില സ്ഥലങ്ങളിൽ പോയി നിൽക്കേണ്ടി വരിക, അത്തരം വ്യക്തികളുമായി സംസാരിക്കേണ്ടി വരിക, അവരുമായി ഇടപഴകേണ്ടി വരിക, അതിൽ നിന്നുണ്ടാകുന്ന മാനസിക വൈഷമ്യങ്ങൾ, ആഹ്ലാദത്തിൻ്റെ കുറവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. തങ്ങുന്ന ഇടം എന്ന് പറഞ്ഞാൽ വീട്, അല്ലെങ്കിൽ താൽക്കാലികമായി ഉപജീവനത്തിന് വേണ്ടി തങ്ങുന്നിടം, അതായത് ഓഫീസ്, ഇവിടെയൊക്കെ തന്നെ ഇത്തരം അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. 5ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സ്ഥാനബലത്തോടെ നിൽക്കുന്നു. നമ്മുടെ മനസ്സ് ചിലപ്പോൾ പെട്ടെന്ന് ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചേക്കാം, പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർക്ക്. അതത്ര നല്ലതല്ല. ചിലപ്പോൾ മോശപ്പെട്ട അവസ്ഥ തിരിച്ചുണ്ടാകാം. കാരണം 6-ൽ നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളാണ്. അപ്പോൾ അവരുടെ സ്വാധീനം നമുക്ക് ഗുണകരമായി വരാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശത്രു നമുക്കുമേൽ സ്ഥാനം കൈയേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നടക്കുക. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 12, 13, 14 ദിവസങ്ങളിലൊക്കെ ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ശുക്രനും ബുധനുമൊക്കെ ഇഷ്ടഭാവത്തിലേക്ക് മാറുന്നു, 7ാം ഭാവത്തിലേക്ക് മാറുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു സംഘർഷാവസ്ഥയൊക്കെ മാറും, ഘർഷണാവസ്ഥ മാറും. ഓഫീസിലായാലും ശരി, പ്രവർത്തന ഇടങ്ങളിലെല്ലാം, വീട്ടിലുമെല്ലാം തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്താവും. അപ്പോൾ നല്ല കാലത്തിന് വേണ്ടി കാത്തിരിക്കുക, പെട്ടെന്ന് ക്ഷോഭിക്കാതിരിക്കുക, കാര്യങ്ങൾ സംയമനത്തോടു കൂടി കാണാൻ ശ്രമിക്കുക. പുതിയ ഓഫീസിലേക്ക് മാറാനും പുതിയ സ്ഥലത്തേക്ക് മാറാനും ഒക്കെ സാധിക്കും. അവിടവുമായി ഇണങ്ങിച്ചേർന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഏത് സാഹചര്യത്തിലും മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് വേണം ജീവിക്കാൻ. വികാരം ഒരു പരിധിവരെ മാത്രമേ കാര്യങ്ങളെ സഹായിക്കൂ. ബുദ്ധി കൊണ്ട് നിന്നാൽ, പക്വതയോടുകൂടി നിന്നാൽ മാത്രമേ പല സാഹചര്യങ്ങളെയും നമുക്ക് നമ്മുടെ പാട്ടിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഈ ധനുക്കൂറുകാർ ഇപ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9-ാം തീയതി ഉച്ചവരെ ഗുണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് 14 മധ്യാഹ്നത്തിന് ശേഷം 15 ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, ശുക്രൻ, ബുധൻ, ഈ ഗ്രഹങ്ങൾ വളരെ ഗുണത്തെ ചെയ്യും. ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം പ്രവർത്തനങ്ങളിലെ ആലസ്യം മാറുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കുന്നു. കുറച്ചുകൂടി ആസൂത്രണങ്ങൾ, വിജയത്തിലേക്ക് നയിക്കുന്ന ആസൂത്രണങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. ഭാഗ്യം ഇവരെ ഇപ്പോൾ കടാക്ഷിക്കുന്നു. അത് ശുക്രൻ സ്ഥാനബലത്തോടെ നിൽക്കുന്നതിനാൽ കലാപരമായിട്ട് ഇവരുടെ മനസ്സിലിപ്പോൾ പുതിയ ആശയങ്ങൾ വരിക, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്കായാലും ഉദ്യോഗാർത്ഥികൾക്കായാലും, അല്ലെങ്കിൽ പുതിയ ജോലിയിൽ തന്നെ ഉയർച്ചകളിലേക്ക് വേണ്ടി ശ്രമിക്കുന്ന, ജോലിയിൽ തന്നെ ഉയർച്ചയിലേക്ക് ശ്രമിക്കുന്ന, പഠനങ്ങൾ
നടത്തുന്നവരുമൊക്കെ തന്നെ ഒരു വിജയത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതിനായി ബുധൻ അവരെ സഹായിക്കുന്നു. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം ഞാൻ നേരത്തെ പറയാറുള്ള പോലെ പ്രത്യേകം കഴിവുകൊണ്ട് ജീവിക്കുന്നവർക്ക് അവരുടെ കർമ്മ മേഖലയിൽ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. എഴുത്ത്, കണക്ക്, അതുപോലെ തന്നെ IT ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലെ ചൊവ്വയാണ്. മാതാവിന് ശാരീരികമായ അവശതയോ അപകട സാധ്യതയോ നേരിയ തോതിലെങ്കിലും കാണുന്നുണ്ട്. ശുഭരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ ഈ നക്ഷത്രക്കാരുടെ അമ്മമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുക, അതുപോലെ തന്നെ തെന്നി വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അലസതയോടെ നടക്കുക, ഉയരങ്ങളിലേക്ക് പടികൾ കയറുക, സാഹസികമായ ഏത് കർമ്മവും കരുതലോടുകൂടി ചെയ്തില്ലെങ്കിൽ സൂക്ഷിക്കേണ്ടതായി വരുമെന്ന് കാണുന്നു. എല്ല് പൊട്ടുക, മജ്ജ പൊട്ടുക, മാംസം, രക്തം വാർന്നു പോവുക, ഇതൊക്കെ ചൊവ്വയുടെ ഏരിയയാണ്. അവിടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. ചൊവ്വ അങ്ങനെ ആക്രമിക്കുമെന്നല്ല, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നും ചെയ്യില്ലെങ്കിലും ഇതൊക്കെ പ്രതീക്ഷിക്കണം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് എപ്പോഴും അമ്മയുടെ മേൽ ഒരു കരുതലുണ്ടാവണം. ചൊവ്വ സാഹസികതയുടെ ആളാണ്. അപ്പോൾ മിനിമം സ്പീഡിലൊന്നും പോകുന്നതോ അല്ലെങ്കിൽ സാധാരണ സ്പീഡിൽ പോകുന്നതോ ഒന്നും ചൊവ്വയ്ക്ക് അത്ര പിടിക്കത്തില്ല. സ്വാഭാവികമായും അധിക സ്പീഡ്, ഉച്ചത്തിലുള്ള സംസാരം, തിരിച്ചതുപോലെ പ്രതികരിക്കുക, ഏത് വമ്പൻ വന്നാലും അതുപോലെ പ്രതികരിക്കാൻ നിൽക്കുക. അപ്പോൾ അത് സന്ദർഭം അനുസരിച്ച് ചെയ്തില്ല എങ്കിൽ ഈ ചെയ്യുന്നയാൾക്ക് ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അമിത വേഗത വേണ്ട എന്നും പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ വേണ്ട എന്നുമൊക്കെ പറയുന്നത്. 4-ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് പാവഗ്രഹം നിൽക്കുന്നത് എത്ര ബലത്തോടെയാണെങ്കിലും ശ്രദ്ധിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മാത്രമല്ല, ഈ നക്ഷത്രക്കാർക്ക് 7.5 ശനി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അടുത്ത മാർച്ചിലേ അത് തീരുകയുള്ളൂ. അപ്പോൾ 7.5 ശനി പല രൂപത്തിൽ വരാം. അമ്മയുടെ ദോഷത്തിലോ സ്വന്തം അപകട സ്ഥാനത്തിലോ ഒക്കെ വരാം. ശുഭഗ്രഹങ്ങൾ സ്വാധീനത്തിൽ നിൽക്കുന്നതുകൊണ്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യാം. എന്നാലും വെറുതെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു മോശാവസ്ഥയിലേക്ക് കൊണ്ട് തലനീട്ടേണ്ട കാര്യമില്ലല്ലോ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ, അതായത് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11 നല്ല ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 4-ാം ഭാവത്തിൽ ശുക്രൻ ബലത്തോടെ നിൽക്കുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വീട്ടിൽ കുറച്ചുകൂടി സമാധാനവും സന്തോഷവും ആനന്ദവും കളിയാടുന്നു. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നു. മാതാവിനെ സന്തോഷപ്പെടുത്താൻ സാധിക്കുന്നു. മാതാവിൻ്റെ രോഗങ്ങൾക്ക് ശമനമുണ്ടാകുന്നു. പുതിയ വാഹനം വരികയോ പുതിയ വാഹനവുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ വാർത്തകൾ കേൾക്കുകയോ ചെയ്യുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. വീടുകൾക്ക് സമൂഹവുമായുള്ള ബന്ധം കുറച്ചുകൂടെ ഊർജ്ജസ്വലമാകുന്നു. തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്നു. അതൊക്കെ തന്നെ വലിയ കാര്യങ്ങളാണ്. കാരണം കുംഭക്കൂറ് ജന്മശനിയുടെ നക്ഷത്രങ്ങളാണ്. ഇപ്പോൾ ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ. അതുകൊണ്ട് അവർക്ക് എപ്പോഴും തടസ്സവും സാമ്പത്തിക ക്ലേശവും ഒക്കെ ആയിരുന്നു. വ്യാഴവും 3-ലായിരുന്നു. വ്യാഴം 4-ൽ പോയതുകൊണ്ട് ധനകാരകൻ 4-ാം ഭാവത്തിലേക്ക് പോയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ധനപരമായ മേഖലയിലും ഇവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു. അതായത് പണം ഉപയോഗിക്കാനും പണം ചെലവഴിക്കാനുമൊക്കെ കഴിഞ്ഞ കുറേ കാലത്തുണ്ടായിരുന്ന കാർക്കശ്യങ്ങൾ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സന്തോഷം ലഭിക്കുന്നു. വീടുമായി ബന്ധപ്പെട്ടോ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ഒക്കെ പുതിയ ചില പ്രതീക്ഷകൾ ഇവർക്ക് കൈവരുന്നു. അപ്പോൾ പൊതുവെ ഗുണകരമാണ് കുംഭക്കൂറിന്. അവർക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, മുഖത്ത് ചില സ്കിൻ ഡിസീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വിഷം വച്ച വാക്കുകളും അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഹസിക്കാനോ ചില പ്രതികാര നടപടികൾക്ക് വേണ്ടി പറയുന്ന വാക്കുകളുമൊക്കെ തന്നെ ഇപ്പോൾ ഇവർക്ക് തിരിച്ചടിയായി വരാം. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പ്രത്യേകിച്ചും തൊട്ടടുത്തുള്ള അയൽപക്കവുമായി ബന്ധപ്പെട്ടൊക്കെ ചില ഈർഷ്യകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്ക് ജോലി സ്ഥലത്തും ഈ വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറയുന്നു. കാരണം 2-ലെ രാഹു, അതുപോലെ അഷ്ടമത്തിലെ കേതു, ഇത് രണ്ടും നമുക്കെപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ശുഭഗ്രഹങ്ങൾ എത്ര ഗുണമായി നിന്നാലും അഷ്ടമത്തിലും 2-ലുമൊക്കെ പാവഗ്രഹങ്ങളുടെ സാന്നിധ്യം അത്ര നല്ലതല്ല. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. രാഹു കേതുക്കൾക്ക് പ്രത്യേകം പൂജ ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും ഉചിതമായ പരിഹാര മാർഗം. കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 10, 11, 12, 13, 14 മധ്യാഹ്നം വരെ ഗുണമാണ്. അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും 3-ാം ഭാവത്തിലോട്ടാണ് വ്യാഴത്തിൻ്റെ പോക്ക്. 3-ലാണ് ശുക്രനും ബുധനും അതുപോലെ തന്നെ സൂര്യനും നിൽക്കുന്നത്. 2-ൽ ചൊവ്വയുണ്ട്. ആ ചൊവ്വ 9-ാം ഭാവാധിപത്യം കൂടി വഹിക്കുന്നതുകൊണ്ട് ധനപരമായ കാര്യത്തിൽ ഇപ്പോഴും ഇവർക്കൊരു അനുഗ്രഹമുണ്ട്. അതുപോലെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലതയും ചുറുചുറുക്കുമൊക്കെ കൈവന്നിരിക്കുന്നു. വാക്കുകൾ സൂക്ഷിച്ച് ഇവരും ഉപയോഗിക്കണം. 2-ാം ഭാവം എന്ന് പറയുന്നത് നാവാണ്, മുഖമാണ്. അപ്പോൾ അവിടെ ചൊവ്വ നിൽക്കുന്നു. മുഖത്ത്
ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് സർജറിക്ക് വിധേയമാകേണ്ടി വരും. ഒരു ചെറിയ മുഖക്കുരു പോലും ഇപ്പോൾ അലസമായി അതിനെ പരിഗണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് മാരകമാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽസ് ഉപയോഗിക്കുന്നവർ, ഷേവ് ചെയ്യുന്നവർ പോലും, കാരണം കൂർത്തുമൂർത്ത വസ്തുക്കൾ കൊണ്ട് ചെയ്യുന്ന ഏത് കാര്യവും ചൊവ്വയുടേതായിട്ടാണ് സങ്കല്പം. അങ്ങനെയാണെങ്കിൽ 2ാം ഭാവം മുഖവുമാണ്. സ്ഥാനബലത്തോടെ നിൽക്കുന്നുവെങ്കിലും മുഖത്ത് മുറിവുണ്ടാകാനുള്ള സാധ്യത, മുഖത്തെ ഹാർഡായിട്ടുള്ള വസ്തുക്കൾ, പല്ല്, അതുപോലെ തന്നെയുള്ള അവയവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്നർത്ഥം. വാഹനം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അപകടം പറ്റാൻ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് മുഖം. അത് ബസ്സിലിരുന്നാലും ശരി. ഇടയ്ക്കൊരു സുഹൃത്ത് ബസ്സിലിരിക്കുമ്പോൾ ബ്രേക്ക് ഇട്ടത് അറിഞ്ഞില്ല, നേരെ ചെന്ന് പല്ലാണ് അതിൻ്റെ ബീമിലിടിച്ചിട്ട് പൊട്ടിയത്. അപ്പോൾ ഉറങ്ങുമ്പോൾ അറിയില്ലല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അത്രേ പറയാൻ പറ്റൂ. ഇത് ബോധതലത്തിൽ എപ്പോഴും ഇതുണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടാകാം. എന്നാൽ ധനപരമായ കാര്യത്തിൽ ജീവനില്ലാത്ത എന്തിനും ഗുണമാണ് 2ാം ഭാവം. അവിടെ പാപഗ്രഹമാണെങ്കിൽ ബലത്തോടെ നിൽക്കുന്നതിന് പണം നല്ല രീതിയിൽ ഇപ്പോൾ ഇവർക്ക് വരും. സ്വന്തം വാക്കുകൾ, സ്വന്തം എഴുത്ത്, സ്വന്തം തീരുമാനങ്ങൾ, ഇതിലൂടെ പണം ഇവർക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഉറച്ച ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാനൊക്കെ സാധിക്കും. അത് മറ്റുള്ളവർക്ക് വലിയ ഇംപ്രഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഈശ്വരാനുഗ്രഹം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ വ്യാഴം 3-ൽ നിൽക്കുന്നത് അല്പം പരുങ്ങലാണ്. സാമ്പത്തികം അങ്ങേയറ്റം നിയന്ത്രണ വിധേയമായി തന്നെ ഉപയോഗിക്കണം. അതിൻ്റെ മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കർക്കശമാകേണ്ട ഒന്നാണ് ഈ സമയം. പിന്നെ ആരോഗ്യം, ജന്മത്തിൽ നിൽക്കുന്ന രാഹു കേതുക്കൾ അല്ലെങ്കിൽ കേതുവിൻ്റെയും രാഹുവിൻ്റെയും സാന്നിധ്യമുണ്ടല്ലോ. അത് നോക്കുകയുടെ ചെയ്യുമ്പോൾ കേതു രാഹുവിനെ സന്ധിക്കും. സ്വാഭാവികമായിട്ടും അത് ലഗ്നമെന്നാൽ അല്ലെങ്കിൽ ജന്മമെന്നാൽ ശരീരമാണ്. അപ്പോൾ ശരീരത്തെ അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അസുഖത്തിന് വിധേയരാകാം, അണുബാധയുണ്ടാകാം. അതുകൊണ്ട് കഫപ്രകൃതിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വാദസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പാദങ്ങൾക്ക് അസുഖം വരാം. 12ാം ഭാവാധിപത്യം ശനിക്കായതിനാൽ പാദങ്ങൾക്ക് പ്രശ്നം വരാനും സാധ്യതയുണ്ട്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയുമൊത്ത് കുടുംബത്തിലെ കാര്യങ്ങൾക്കും ഒരു ശ്രദ്ധ വേണം. കേതു നിൽക്കുന്നെങ്കിലും വ്യാഴം നോക്കുന്നതിനാൽ കുറേ മാറിക്കിട്ടും. എന്നാലും കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴും ഒരു സുതാര്യത നിലനിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14, 15 ദിവസങ്ങൾ നല്ലതാണ്. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദേവന് പ്രത്യേകമായി പൂജകൾ ചെയ്യുക എന്ന് പറയുമ്പോൾ കറുത്ത എള്ളുകൊണ്ടുള്ള പൂജ ചെയ്യാം. അതുപോലെ തന്നെ എള്ള് കിഴി കെട്ടി എണ്ണ കത്തിച്ച് നീരാഞ്ജനം ചെയ്യുക. അതുപോലെ തന്നെ കറുത്ത വസ്ത്രം ധരിക്കുക. കറുത്ത വസ്ത്രം എന്ന് പറയുമ്പോൾ കാക്ക കറുപ്പാണ്. കാക്ക ശനിയുടെ വാഹനമാണ്. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കാൻ പറയുന്നു. എച്ചിലാണ് കൊടുക്കേണ്ടത്. ശനി ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ ആളാണ്, ത്യജിക്കപ്പെട്ടതിൻ്റെ ആളാണ്. അതുകൊണ്ടാണ് ത്യാഗം ശനിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കറുത്ത വസ്ത്രം സമർപ്പിക്കലുമൊക്കെ. അന്നത്തെ ദിവസം കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുന്നതുമൊക്കെ ശനിദോഷങ്ങൾക്ക് വളരെ നല്ല പരിഹാരമാണ്. അതുപോലെ തന്നെയാണ് വ്യാഴത്തിന് മഞ്ഞപ്പട്ട് ധരിക്കുക, മഞ്ഞ വസ്ത്രം ധരിക്കുക വ്യാഴാഴ്ച ദിവസം. വിഷ്ണുദേവന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, പാൽപ്പായസ നൈവേദ്യം സമർപ്പിക്കുക. അതുപോലെ തന്നെ നെയ്ത്തിരി കത്തിക്കുക, നെയ്വിളക്ക് കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഓം നമോ നാരായണായ ജപിക്കാം. ശനിദേവന് ജപിക്കേണ്ടത് ഓം ശനീശ്വരായ നമ എന്നാണ്. രാഹുകേതുക്കൾക്കായിട്ട് രാഹുവിന് ഓം നാഗായ നമ എന്ന് ജപിക്കാം. അതുപോലെ തന്നെ നാഗദൈവങ്ങൾക്ക് പ്രത്യേകമായ പൂജ, ആയില്യത്തിന് പ്രത്യേകമായി 100 പാലുമൊക്കെ കൊടുക്കാം. ഓം ശ്രീ മഹാഗണപതയ നമ എന്നോ ഓം ഗം ഗണപതയ നമ എന്നോ കേതുദോഷ പരിഹാരത്തിനും ചെയ്യാം. അഷ്ടമത്തിലെ കേതു, ജന്മത്തിലെ കേതു, ഇതൊക്കെ ദോഷപരിഹാരത്തിന് ചെയ്യേണ്ട, ഗണപതി പ്രീതി ചെയ്യേണ്ട ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.